വാർത്തയിലേക്ക്. പാകിസ്ഥാൻ, സൗദി, തുർക്കി ത്രിരാഷ്ട്ര പ്രതിരോധ കരാർ നിരീക്ഷിച്ച് ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, പുതിയ സൈനിക സഖ്യം രൂപപ്പെടുന്നു. ത്രിരാഷ്ട്ര കരാറിലേക്ക് സൗദിയും തുർക്കിയും പാകിസ്ഥാനും എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്ഥിതിഗതികൾ എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം നോക്കിക്കാണുന്നത്? ഇപ്പോൾ വിദേശകാര്യ വക്താവായിട്ടുള്ള ജയ്സ്വാൾ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം സൗദിയും തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ സംയുക്ത കരാറിൽ ഏർപ്പെടുമ്പോൾ, നേരത്തെ ഈ നാറ്റോ സഖ്യം ഏർപ്പെടുമ്പോൾ അതിൻ്റെ 5ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം അതൊരു സംയുക്തമായി എല്ലാ പങ്കാളികളും അത് ഏറ്റെടുക്കുന്നു, അവർക്ക് എതിരായിട്ടുള്ള ഒരു ആക്രമണമായി വിലയിരുത്താം എന്നുള്ളത് തന്നെയാണ് കാര്യം. പാകിസ്ഥാനുമായി ഇന്ത്യയുടെ നിരന്തരമായ സംഘർഷമുണ്ടാകുന്നു. പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുന്നു. പാകിസ്ഥാൻ ഏകപക്ഷീയമായി പലപ്പോഴും ഇന്ത്യയെ ആക്രമിക്കുന്നു. ഇന്ത്യ പിന്നീട് തിരിച്ചടിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പോലും ആ തരത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. ഇന്ത്യ അതിർത്തി കടന്നെത്തി വരുന്ന ഒരു തീവ്രവാദത്തെ ചെറുക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ ഒരു പ്രവർത്തനമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, അന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം ഇന്ത്യയിൽ നടന്നാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് പാകിസ്ഥാനായിരിക്കുമെന്ന്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കരാറിനെ വിലയിരുത്തുന്നത്. കരാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കരാർ ഉണ്ടാകുന്നത്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അവരുടെ ഒരു പ്രതിരോധം ഉൾപ്പെടെയുള്ള സഹായത്തിന് വേണ്ടിയായിരുന്നു നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നത്. പക്ഷേ ഇറാന്റെ ആക്രമണം ചെറുക്കാനോ അവരുടെ എണ്ണപ്പാടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനോ അമേരിക്ക തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഈ പ്രാദേശികമായ സഖ്യം ഇപ്പോൾ സൗദി രൂപീകരിക്കുന്നത്. സൗദി ഏറ്റവും സമ്പന്നമായ രാജ്യം. അതേപോലെ തന്നെ തുർക്കിയാണെങ്കിൽ ആയുധ നിർമ്മാണത്തിൽ വളരെയധികം മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അവരുടെ ഡ്രോൺ സാങ്കേതികവിദ്യ അടക്കം മികച്ച സാങ്കേതികവിദ്യയാണ് അവർക്കുള്ളത്. പാകിസ്ഥാനാണെങ്കിൽ ആണവ രാജ്യമാണ്. ഏറ്റവും ശക്തമായ പട്ടാളമുള്ള രാജ്യമാണ്. സേനാബലമുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേരും കൂടി ചേരുമ്പോൾ അതെങ്ങനെയാണ് ഇന്ത്യയുമായി ബന്ധപ്പെടുന്നത്, ഇന്ത്യക്ക് ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യ ഈ കരാറിനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല, നിരീക്ഷിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രതിരോധ വക്താവ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുന്നത്. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.